സ്നേഹം നിറഞ്ഞ പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 3ാം ക്ലാസ് താരീഖ് പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠം പഠിക്കണം, ഏത് രൂപത്തിൽ ചോദ്യങ്ങളുണ്ടാകും എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ചോദ്യപേപ്പർ സമസ്ത മദ്രസകളിൽ നേരിട്ട് നടത്തിയ പാദവാർഷിക പരീക്ഷയുടേതാണ്. അതുകൊണ്ട് കൃത്യമായ ചോദ്യം വരുന്ന രൂപം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇതുപോലെ വളരെ ഉപകാരപ്രദമായ ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ താരീഖിൻ്റെ മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ കാണുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും ഉറപ്പിക്കാം. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത്തത് ശരിക്ക് ശരി നൽകാം എന്ന ചോദ്യമാണ്. 7 ചോദ്യങ്ങൾ വരുന്നുണ്ട്, 3 ഓപ്ഷൻ ഉണ്ട്. 3 ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. എല്ലാം എനിക്കറിയാം, ഇതൊക്കെ എനിക്ക് എളുപ്പമാണ് എന്ന മട്ടിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ 1-2 തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് വിചാരിച്ച 50 മാർക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിനത് തടസ്സമാകും. അതുകൊണ്ട് നല്ലോണം വായിച്ചതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ, നിങ്ങൾക്കൊക്കെ അറിയാലോ, ഹലീമ ബീവിയാണ്. രണ്ടാമത്തത് ഹലീമ ബീവിയുടെ മകനാരാണ്? ലംറത്ത്, അതും നിങ്ങൾക്കറിയാം. മൂന്നാമത്തത് ജുർഹൂം ഗോത്രത്തിലാണ് ആര് വരുന്നത്? അദ്നാൻ വരുന്നത്. ഈ ജുർഹൂം ഗോത്രത്തിൽ തന്നെയാണ് നമ്മുടെ ഇസ്മായിൽ നബിയുടെ ഭാര്യയുമുള്ളത്. അതും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. നാലാമത്തത് ഖുറൈശ് ഗോത്രത്തിലാണ് ആര് വരുന്നത്? അബ്ദുൽ മുത്തലിബ് വരുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ഏത് ഗോത്രക്കാരനാണെന്ന് ചോദിച്ചാൽ ഖുറൈശ് ഗോത്രക്കാരനാണെന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. അഞ്ചാമത്തത് ബനു സുഹ്റ ഗോത്രക്കാരനാണ് ആര്? വഹബ്. ഈ വഹബിൻ്റെ മകളാണ് നമ്മുടെ നബിയുടെ ഉമ്മയായ ആമിന ബീവി. അങ്ങനെയെങ്കിൽ ആമിന ബീവിയുടെ ഗോത്രം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ബനു സുഹ്റ എന്ന് എഴുതണം. അപ്പോൾ ഒന്നിൽ തന്നെ നമുക്ക് 2 കാര്യം മനസ്സിലായി. ആറാമത്തത് ഹാജറ ബീവിയുടെ മകൻ യൂനുസ് എന്നുണ്ട്, അദ്നാൻ എന്നുണ്ട്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുണ്ട്. ആരാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഹാജറ ബീവിയുടെ മകൻ. ഏഴാമത്തത് നബി ജനിച്ചത് എല്ലാവർക്കും അറിയാലോ, AD 571 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തത് വായിക്കാം. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് കള്ളികൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം. 5 പ്രധാന ചോദ്യങ്ങളാണ്. അപ്പോൾ ശരിയായ ഉത്തരം നമ്മൾ കള്ളിയിൽ എഴുതി കൊടുക്കണം. ഒന്നാമത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഏതാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാഷിം കുടുംബമാണ്. ഹാഷിം കുടുംബമാണ് നമ്മുടെ നബിയുടേത്. ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് ഹജ്ജ് ചെയ്യാൻ എത്തുന്ന സ്ഥലം ഏതാണ്? മക്കയിലാണ് ആളുകൾ ഹജ്ജ് ചെയ്യാൻ എത്തുന്നത്. നാലാമത്തത് പുണ്യജലം ഏതാണ്? പുണ്യജലം മാഉ സംസം. സംസം വെള്ളമാണ് പുണ്യമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ജലം. അഞ്ചാമത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം തിങ്കളാഴ്ച. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഇത് കേട്ടതിലൂടെ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെച്ചില്ലേ? ഇനി ഇതുപോലെ വന്നാൽ നമുക്ക് വേഗം എഴുതാം. മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. അതിലൊന്നാമത്തത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ജുർഹൂം ഗോത്രം. രണ്ടാമത്തത് അബവാ എന്ന സ്ഥലത്ത് വെച്ചാണ് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് എവിടെ വെച്ചാണ്? അബവാ എന്ന സ്ഥലത്ത് വെച്ചാണ്. ഇനി മൂന്നാമത്തത് ഒരു ബൈത്ത് പൂരിപ്പിക്കാനാണ്. ഇത് നമുക്കറിയുന്ന ബൈത്ത് തന്നെ. കുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ ഓലിബ് ഫിഹറുൻ മാലികുൻ നളറുൻ ഉഖൈ. അപ്പോൾ അതിൻ്റെ ബാക്കി കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഇതുപോലെ ഏതെങ്കിലും ഒരു ബൈത്ത് ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അറിയാതെ ആയി പോകരുത്. നാലാമത്തത് സമാവാ ചെരുവിൽ സമുദ്രതുല്യമായ ജലപ്രവാഹം ഉണ്ടായി. അതാണ് പൂരിപ്പിച്ച് എഴുതേണ്ടത്. ഇനി നമുക്ക് ഉത്തരം എഴുതാമെന്ന ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ സമയമെടുത്ത് കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടാവില്ല, ഉണ്ടെങ്കിലൊന്ന് ചെയ്ത് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ
കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, മക്ക നഗരത്തിൻ്റെ മറ്റു 2 പേരുകൾ ഏതെല്ലാം? മക്കൾക്ക് പറയുന്ന 2 പേരൊന്ന് പറഞ്ഞേ. ബക്ക എന്ന് പറയും. മാ എന്നുള്ളിടത്ത് ബാ ആക്കി കൊടുക്കുക, ബക്ക. പിന്നെ ഉമ്മുൽ ഖുറ പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത്, കുഞ്ഞു പിറന്ന ഉടനെ അബ്ദുൽ മുത്തലിബ് എന്താണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന ഉടനെ അബ്ദുൽ മുത്തലിബ് വേഗം എന്താണ് ചെയ്തത്? പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിച്ച് ദുആ ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെട്ടത് എന്നാണ്? ഉപ്പ മരണപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് 7 മാസം മുമ്പ് തന്നെ ആര് മരിച്ചു? ഉപ്പ അബ്ദുള്ള മരണപ്പെട്ടു. നബി ജനിക്കുന്നതിൻ്റെ 7 മാസം മുമ്പ്. മാറിപ്പോകരുതേ. നാലാമത്തത്, മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സെത്രയാണ്? ആമിന ബീവിക്ക് മരണപ്പെടുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? 20 വയസ്സ്. അഞ്ചാമത്തത്, ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി മദീനയിലേക്ക് യാത്ര പുറപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തല്ലേ അബവ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവി മരണപ്പെടുന്നത്? അതെന്തിനു വേണ്ടിയായിരുന്നു? സന്ദർശിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? ആരെയാണ്? അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര പോയത്. ഇനി ക്രമത്തിലാക്കാം എന്നതാണ്. ബൈത്ത് തന്നെയാണ് നബിയുടെ ഉപ്പാപ്പമാരെ പേര് പറഞ്ഞിട്ടുള്ള ബൈത്ത്. അബൂഹു അബ്ദില്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 6 പാഠങ്ങളുണ്ട് നമുക്ക് താരീഖിൽ പരീക്ഷയ്ക്ക്. എല്ലാം നന്നായി പഠിക്കുക. പാഠങ്ങൾ 2-3 തവണ വായിച്ചെടുക്കുക. കാരണം പൂരിപ്പിക്കാനോ മറ്റോ വന്നു കഴിഞ്ഞാൽ പ്രയാസപ്പെടരുത്. പേരുകളുണ്ട്, അതുപോലെ തന്നെ തീയതികളുണ്ട്, ഡേറ്റുകളുണ്ട്. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ചെയ്യും. ഇത് നമ്മുടെ അവസാനത്തെ പരീക്ഷയാണ്. പാദവാർഷിക പരീക്ഷ നാളത്തോടുകൂടി അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ പാദവാർഷിക, അർദ്ധവാർഷിക പരീക്ഷയ്ക്കും വാർഷിക പരീക്ഷയ്ക്കൊക്കെ ചെയ്യണം. അത് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദുആ വസിയത്തോടെ വിടാം.